الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله اللهم صل على آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ആഹ്ലാദവും സന്തോഷവും നിറഞ്ഞ ഈ വർഷത്തിലെ ഏറ്റവും മനോഹരമായ അഫ്ളലായ ഒരു ദിവസത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അഫ്ളലുൽ അയ്യാമി ഇൻദല്ലാഹി യൗമുൻ നഹർ. അല്ലാഹുവിന്റെ അടുക്കൽ ദിവസങ്ങളിൽ ഏറ്റവും അഫ്ളലായ ദിവസം അത് യൗമുൻ നഹറിന്റെ ദിവസമാണ്. ഈ ദിവസത്തിന് ഭാഗ്യം, ഈ ദിവസത്തിൽ സാക്ഷിയാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം ലഭിച്ചു എന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദിയുള്ളവരാവുക. കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സന്തോഷം നിറഞ്ഞ ഒരു ദിവസം ഈ ഭൂമിയിൽ വേറെ ഇല്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൽ ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് ലഭിച്ചു എന്ന് പറഞ്ഞാൽ അത് മഹാ സൗഭാഗ്യമായിട്ട് തന്നെ കാണണം. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ഇസ്ലാമിന്റെ പൂർത്തീകരണം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസമാണ് യൗമുൻ നഹർ എന്ന് പറയുന്ന ഈദുൽ ഹജ്ജിന്റെ ദിവസം. സഹോദരങ്ങളെ, യൗമ അറഫയിലാണ് ഇസ്ലാമിന്റെ പൂർത്തീകരണം ഉണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ-ഇസ്ലാമ ദീനാ. അല്ലാഹു അവന്റെ നിഅമത്തായി, അനുഗ്രഹമായി, ഫളലായി പരിശുദ്ധ ഇസ്ലാമിനെ പൂർത്തീകരിച്ചു തന്ന ദിവസമാണ് ഈ ദിവസം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആ ഇസ്ലാം അല്ലാത്തതൊന്നിനെയും അല്ലാഹു അവന്റെ അടുക്കൽ സ്വീകരിക്കുകയില്ല. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമ ദീനാ ഫലൻ യുഖ്ബല മിൻഹു. ആരെങ്കിലും ഇസ്ലാം അല്ലാത്ത ഒരു മതത്തെ സ്വീകരിച്ചാൽ, ഒരു ആദർശത്തെ സ്വീകരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നത് സ്വീകരിക്കുന്നതല്ല എന്ന് കൃത്യമായി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആ മതത്തിന്റെ പൂർത്തീകരണം നടന്ന ഈ ദിവസത്തിന് സാക്ഷിയാകുവാൻ നമുക്ക് തൗഫീഖ് ലഭിച്ചു എന്നത് വലിയൊരു കാര്യമാണ്. ഈ ബലിപെരുന്നാളിന്റെ സുദിനത്തിൽ 6 കാര്യങ്ങളാണ് സന്ദേശമായി നിങ്ങളോട് നൽകാനുള്ളത്. ഒന്നാമതായി സഹോദരങ്ങളെ, യൗമുൻ നഹറിന്റെ സന്ദേശം എന്ന് പറയുന്നത്, റഹ്മാനായ റബ്ബ് എന്നോട് എന്ത് കൽപ്പിച്ചാലും ഞാനത് അനുസരിക്കും. എന്റെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് എന്ത് കൽപ്പിക്കുന്നുവോ ഞാനത് പൂർണ്ണമായും അനുസരിക്കും എന്ന പ്രഖ്യാപനമാണ് യൗമുൻ നഹറിന്റെ സന്ദേശം. കാരണം ഒരാൾ മുസ്ലിം ആകുന്നത് എപ്പോഴാണ്? അവനെ തന്നെ പൂർണ്ണമായും അള്ളാഹുവിന് സമർപ്പിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറഞ്ഞത്, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇബ്രാഹിം നീ മുസ്ലിം ആകൂ എന്ന് പറഞ്ഞപ്പോൾ അതിനു മറുപടിയായി ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, അല്ലാഹുവേ ഞാനിതാ നിനക്ക് പൂർണ്ണമായി കീഴ്പ്പെട്ടിരിക്കുന്നു. തുടർന്ന് അങ്ങോട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം അത് സത്യപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു. ഭാര്യ ഹാജറിനെയും മകൻ ഇസ്മായിലിനെയും
ആ മക്കയുടെ മലയോരങ്ങളിൽ ആക്കി പോകാൻ പറഞ്ഞപ്പോൾ അവിടെ തനിച്ചാക്കി മടങ്ങിപ്പോയത് മുതൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കാനായ സന്ദേശമുണ്ടായ സന്ദർഭത്തിൽ പോലും ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ആ സമർപ്പണത്തിന്റെ മതം ഇബ്രാഹിം അലൈഹിസ്സലാം പൂർണ്ണമായി സ്വീകരിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയുള്ള ഇസ്ലാമിനെ അള്ളാഹു പൂർത്തീകരിച്ച് നൽകിയതിന്റെ ഭാഗമായി ഇബ്രാഹിം നബിയുടെ ത്യാഗപൂർണമായ ജീവിതത്തെ സ്മരിച്ചുകൊണ്ടാണ് ആഹ്ലാദത്തോടുകൂടി സന്തോഷത്തോടുകൂടി ആ സ്മരണകളോടുകൂടി ഉരുവിനറുക്കുന്നതിനു വേണ്ടി മുസ്ലിമീങ്ങൾ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ മടങ്ങിപ്പോകുന്നത്. സഹോദരങ്ങളെ, ആ മതത്തിന്റെ ഒരു കണ്ണിയാകുവാനുള്ള തൗഫീഖ് ലഭിച്ചു എന്നത് എത്രയോ മനുഷ്യന്മാർ നമുക്ക് ചുറ്റിലുമുണ്ട്. ഇസ്ലാം കിട്ടാത്തവർ, ബഹുദൈവ വിശ്വാസത്തിൽ കഴിയുന്നവർ, നിരീശ്വരവാദത്തിൽ കഴിയുന്നവർ, ലിബറലിസത്തിന്റെ പേര് പറഞ്ഞ് അതിന്റെ പിന്നാലെ പോകുന്നവർ, അവരിൽ നിന്നെല്ലാം അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്ത് ഇസ്ലാം നൽകിയെങ്കിൽ അത് മഹാ തൗഫീഖ് തന്നെയാണ്. ആ തൗഫീഖിന് അള്ളാഹുവിന് നന്ദിയുള്ളവരായി നാം മാറുക. സഹോദരങ്ങളെ, രണ്ടാമതായി ആലോചിച്ചു നോക്കുക. ഇസ്ലാമിന്റെ ഏതൊരു ആഘോഷത്തിലും ഏതൊരു ആചാരത്തിലും വിശ്വാസത്തിലും കർമ്മത്തിലും തൗഹീദ് കുടികൊള്ളുന്നുണ്ട്. അവയിലൊക്കെ ഒരു ഏകതാഭാവം നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നത്തെ ദിവസം എന്താണ് പെരുന്നാളിന്റെ കർമ്മം? ആ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് ബലിയർക്കാൻ നമ്മൾ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫസല്ലി ലിറബ്ബിക വൻഹർ, ഏകനായ റബ്ബിന്റെ മുന്നിൽ മാത്രം തലകുമ്പിട്ട് നമസ്കരിക്കുകയും അവന് മാത്രം ബലിയർപ്പിക്കുകയും ചെയ്യുക എന്ന അല്ലാഹുവിന്റെ കൽപ്പന. ആ കൽപ്പനകൾ ജീവിതത്തിൽ മുഴുവനും പാലിക്കുമ്പോ അവിടെ എന്താ പ്രഖ്യാപിക്കുന്നത്? എന്റെ ജീവിതം മുഴുവനും അല്ലാഹ്ക്ക് മാത്രമാണ് എന്ന തൗഹീദിന്റെ മന്ത്രമാണ്. ഇസ്ലാമിന്റെ ആദർശത്തിന്റെ കാതലും അത് തന്നെയാണ്. ലക്ഷത്തോളം വരുന്ന സഹാബാക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാ അയ്യുഹന്നാസ്, മനുഷ്യന്മാരെ, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഏകനാകുന്നു. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങൾ ഒരേ പിതാവിൽ നിന്നുള്ള മക്കളുമാകുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസ്, മനുഷ്യന്മാരെ, ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരേ നഫ്സിൽ നിന്ന് നിങ്ങളെ പടച്ച അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. വ ഖലഖ മിൻഹാ സൗജഹാ, ആ നഫ്സിൽ നിന്ന് തന്നെയാണ് ഈ ഇണയെയും സൃഷ്ടിച്ചു തന്നത്. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, ആണും പെണ്ണുമാകുന്ന മനുഷ്യ ശൃംഖലയെ അല്ലാഹു അതിൽ നിന്നാണ് വ്യാപിപ്പിച്ചത്. മനുഷ്യരെല്ലാവരും ഒരു സൃഷ്ടാവിന്റെ അടിമയാണ് എന്നും ഒരു പിതാവിന്റെ മക്കളാണ് എന്നുള്ള സന്ദേശം ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അറഫയുടെ ദിനത്തിൽ പറയുന്നത് നോക്കൂ, അലാ ലാ ഫദ്ല ലിഅറബിയ്യിൻ വലാ അലാ അജമിയ്യിൻ വലാ ലിഅജമിയ്യിൻ അലാ അറബിയ്യിൻ, അറബിക്ക് അനറബിയെക്കാളോ അനറബിക്ക് അറബിയെക്കാളോ യാതൊരു പ്രത്യേകതയുമില്ല. വെളുത്തവന് കറുത്തവനെക്കാളോ കറുത്തവന് വെളുത്തവനെക്കാളോ യാതൊരു പ്രത്യേകതയുമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളുടെ അടുക്കൽ, അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ നിന്ന് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളത് നിങ്ങളുടെ കൂട്ടത്തിൽ തഖ്വയുള്ളവരാണ് എന്ന സന്ദേശം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വർണ്ണത്തിന്റെയും ജാതിയുടെയും പേരിൽ തമ്മിൽ തല്ലുന്ന, അതിന്റെ പേരിൽ കടിപിടി കൂടുന്ന ഒരു ലോകത്ത് സാക്ഷിയാകുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനമായിരുന്നു, ഗോത്രത്തിന്റെയും വർണ്ണത്തിന്റെയും അതുപോലെ വർഗത്തിന്റെയും പേരിൽ തമ്മിൽ തല്ലാനല്ല, പരസ്പരം കലഹിക്കുവാനുമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും വാതിലുകൾ തുറന്നു കൊടുക്കാനാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. ആ സ്നേഹവും കാരുണ്യവും മനുഷ്യർക്കിടയിലും സകലമാനം അതിറങ്ങി നിൽക്കുകയാണ്. മാതാപിതാക്കളുടെ വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആ സ്നേഹം നിറഞ്ഞൊഴുകണം. എവിടേക്കൊഴുകണം? വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, മാതാപിതാക്കൾക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുത്തുകൊണ്ട് ആ സ്നേഹം മനുഷ്യരെ നിങ്ങളിൽ നിന്ന് ഒഴുകേണ്ടതുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്. സഹോദരങ്ങളെ, ഈ സമൂഹത്തിൽ ഇന്ന് കാണുന്ന ഏതൊരു പ്രതിസന്ധിയെയും പ്രശ്നങ്ങളെയും പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ നിർവഹിക്കാത്ത ഒരു സമൂഹത്തിന്റെ പരിണിത ഫലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബറകത്തു മഅ അകാബിരിക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ മുതിർന്നവരുടെ കൂട്ടത്തിലാണ് ബറക്കത്തുള്ളത്. അതുകൊണ്ട് ആ നിലക്ക് അവരെ ബഹുമാനിക്കണേ, ആദരിക്കണേ, സ്നേഹിക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാതാപിതാക്കളിൽ നിന്ന് ആ സ്നേഹം മക്കളിലേക്ക് ഒഴുകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്നാ മൻ ലം യർഹം സഗീറനാ, നമ്മുടെ കൂട്ടത്തിലെ ചെറിയവരോട് കരുണ കാണിക്കാത്തവർക്ക് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മക്കളോടും ബാധ്യതകളുണ്ട്, അവരോടും നമ്മുടെ സ്നേഹം ഒഴുകിയിറങ്ങേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് ബാധ്യതയുണ്ട്. അല്ലാഹു നാളെ അവരുടെ വിഷയത്തിൽ നമ്മളോട് ചോദിക്കും,
കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി, നിങ്ങളോട് ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടിവരയിട്ട് പറഞ്ഞു, ഓരോ പുരുഷനും അവന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ്. നാളെ പരലോകത്ത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. മക്കളെ എങ്ങനെ വളർത്തി എന്ന വിഷയത്തിൽ അല്ലാഹുവിന്റെ ചോദ്യത്തിന് നാം നേരിടേണ്ടി വരുമെന്നത് ഉറപ്പായ കാര്യമാണ്. അവരുടെ വിശ്വാസരംഗം എങ്ങനെയായിരുന്നു, അവരുടെ ആചാരവും സംസ്കാരവും വസ്ത്രധാരണവും തുടങ്ങി എല്ലാ രംഗങ്ങളിലും അല്ലാഹുവിന്റെ ചോദ്യം ഉണ്ടാകും. ആ വിഷയത്തിൽ ഏറ്റവും നല്ല മാതൃകയാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തന്റെ മക്കളെ കുറിച്ച് മാത്രമല്ല, വരാനിരിക്കുന്ന സന്തതി പരമ്പരകളെ കുറിച്ച് മുഴുവനും ചിന്തിച്ച പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് പറയുകയാണ്, ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ഓ ഇബ്രാഹിം, മനുഷ്യർക്ക് മുഴുവനും താങ്കളെ ഇമാമാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവേ, ഖാല വമിൻ ദുർരിയതി, എന്റെ സന്താന പരമ്പരകളെയും നീ അതിൽ ഉൾപ്പെടുത്തണേ എന്ന പ്രാർത്ഥനയാണ്. അല്ലാഹു അത് സ്വീകരിക്കുകയാണ്. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ മക്കൾക്കും സന്താന പരമ്പരകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് നോക്കൂ. വജനുബനി വബനിയ അൻ അബ്ദുൽ അസ്നാം, അല്ലാഹുവേ, എന്നെയും എന്റെ സന്തതി പരമ്പരകളെയും ബഹുദൈവ വിശ്വാസത്തിൽ നിന്നും ശിർകരിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും നീ കാക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയതി, അല്ലാഹുവേ, എന്നെയും എന്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ, എന്റെ സന്തതി പരമ്പരകളെയും ആ നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കൾക്ക് വേണ്ടി മാത്രമല്ല, മക്കളിലൂടെ വരാനിരിക്കുന്ന മുഴുവൻ സന്തതി പരമ്പരകൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന സ്വീകരിച്ചതുകൊണ്ടാണ് വജഅൽനാ ഫീ ദുർരിയതിഹിം അൻ-നുബുവ്വത വൽ കിതാബ, ആ ഇബ്രാഹിം നബിയുടെ സന്തതി പരമ്പരകളിൽ നിന്ന് പ്രവാചകന്മാർ തുടരെ ഇസ്രായേൽ സമൂഹത്തിലേക്ക് കടന്നു വന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വെറും പ്രാർത്ഥന മാത്രമായിരുന്നില്ല, അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയുണ്ടായപ്പോ പരിശുദ്ധ കഅബാലയം, തൗഹീദിന്റെ കേന്ദ്രം, അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ ഈ ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ കഅബാലയം, ആ കഅബാലയം പടുത്തുയർത്തിയപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ മകനെയും കൂടെ കൂട്ടുകയാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവർ രണ്ടുപേരും പ്രാർത്ഥിച്ചു, റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് രണ്ടുപേരിൽ നിന്നും അല്ലാഹുവേ, ഈ ഒരു കർമ്മത്തെ നീ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന സ്വീകരിച്ചത് കൊണ്ടാണ് ലോകത്ത് ഏത് വർഷങ്ങളിലും ഏത് ഹാജിമാരും ആ പരിശുദ്ധ കഅബാലയത്തിൽ ഒരുമിച്ച് കൂടുമ്പോ, കഅബാലയം കാണുമ്പോ മിനയിലും മുസ്ദലിഫയിലും അറഫയിലും ജംറകളിലും സഈയിലും അയ്യാമുത്ത് തശ്രീഖിന്റെ ദിനങ്ങളിലുമെല്ലാം ആ ബാപ്പയെയും മക്കളെയും ഓർത്തുകൊണ്ടല്ലാതെ ഒരു ഹാജിമാർക്കും ഹജ്ജിന്റെ കർമ്മം പൂർത്തീകരിക്കുവാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന സ്വീകരിച്ചതിന്റെ ഫലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹുവിന്റെ കൽപ്പന വത്തബഅ മില്ലത ഇബ്രാഹിം ഹനീഫ, റുജുവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗ്ഗത്തെ ഫോളോ ചെയ്യണമെന്നാണ്. വത്തഖലല്ലാഹു ഇബ്രാഹിം ഖലീല, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അല്ലാഹു ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന റസൂലുള്ളാഹിനോട്. അങ്ങനെ ജീവിതത്തിൽ പ്രാർത്ഥന കൊണ്ടും തന്റെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ ഖൈറാത്തുകളിലും നടന്നു നീങ്ങിയതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന സകല മനുഷ്യരിലും ആ പ്രവാചകനെയും മക്കളെയും ഓർത്തുകൊണ്ടല്ലാതെ ഒരു വിശ്വാസിക്കും കടന്നു പോകാൻ സാധിക്കുന്നതല്ല. നാലാമതായി സഹോദരങ്ങളെ, നമ്മളിവിടെ ജനിച്ചതും വളർന്നതും മരിക്കുന്നതും ഒക്കെ നമ്മുടെ ഇഷ്ടപ്രകാരമല്ല. ആരാണോ നമ്മളെ സൃഷ്ടിച്ചത്, ആരാണോ നമ്മളെ പരിപാലിക്കുന്നത്, ആരാണോ നമ്മളെ മരിപ്പിക്കുന്നത്, ആരാണോ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്, ആ റബ്ബിന്റെ മുന്നിൽ നമ്മുടെ ജീവിതം മുഴുവനും സമർപ്പിക്കുവാൻ നാം തയ്യാറാകണം. ചിലയിടങ്ങളിൽ അല്ലാഹുവിനെ അനുസരിക്കുന്നുണ്ട്, ചില വിഷയങ്ങളിൽ അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന അവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ പ്രഖ്യാപനം എന്താണ്? വിശ്വാസികളെ, ഇസ്ലാമിലേക്ക് പൂർണ്ണമായും നിങ്ങൾ കടന്നു വരൂ. ഒരിക്കലും അല്ലാഹുവിന്റെ കൽപ്പനകളിൽ ചിലതിനെ സ്വീകരിച്ച് ചിലതിനെ തള്ളിക്കളയുന്ന ജൂതന്മാരെ പോലെ ആകരുത് എന്ന പ്രഖ്യാപനമാണ്. ആ സൃഷ്ടാവിനെ കൈയൊഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ കൽപ്പനകളെ കൈയൊഴിഞ്ഞാൽ പിന്നെ മനുഷ്യരെ നമുക്ക് പിൻപറ്റാനുള്ളത് പിശാചിനെയാണ്. ആ ആയത്തിനെ തുടർന്നുകൊണ്ട് അല്ലാഹു പറഞ്ഞു, വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിന്റെ കാൽപാദങ്ങളെ നിങ്ങൾ
പിൻപറ്റരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ വ്യക്തമായ ശത്രുവാണ്. അതുകൊണ്ട് റബ്ബിന്റെ കൽപ്പന സ്വീകരിക്കുവാൻ, ജീവിതത്തിൽ പൂർണ്ണമായും അതിനെ സ്വീകരിക്കുവാൻ നാം തയ്യാറാവുക. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയെ ജീവിതത്തിൽ മുഴുവനും സ്വീകരിക്കുവാൻ നാം തയ്യാറാവുക. ഇല്ല എങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷ നമ്മളിലേക്ക് വന്നിറങ്ങും. ഓരോ ദിവസവും കഴിയുന്തോറും തിന്മകളുടെ വ്യാപനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭയപ്പാടില്ലാതെ ജീവിക്കുവാൻ നമുക്ക് സാധ്യമല്ല. ആകാശത്തിന്റെ മേലാപ്പിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ പോലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടിരുന്നു. പള്ളിയിലേക്ക് ഓടിക്കയറിയിരുന്നു, നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ടിരുന്നു. അവിടെ നോക്കൂ, തിന്മകളുടെ വ്യാപനം ഉണ്ടാകുന്ന ഈ ലോകത്ത് അല്ലാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിച്ചുകൊണ്ട് വലിയൊരു ജനത ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് എങ്ങനെയാണ് സമാധാനത്തിൽ കഴിയുവാൻ നമുക്ക് സാധിക്കുന്നത്? റബ്ബിനെ ധിക്കരിച്ച സമൂഹത്തിനുണ്ടായ ശിക്ഷകളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞത് നാം എത്രയോ തവണ കേട്ടതാണ്. നോക്കൂ, ഇന്നത്തെ ഇറാഖിന്റെ പരിസര പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന നൂഹ് നബിയുടെ ജനതയെ അല്ലാഹു വെള്ളപ്പൊക്കത്തിലൂടെ നശിപ്പിച്ചപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം നിയോഗിക്കപ്പെട്ട ഈജിപ്ത് ഭരിച്ചിരുന്ന ഫിറഔനിനെയും സംഘത്തിനെയും അല്ലാഹുവിനെ ധിക്കരിച്ചതിന്റെ പേരിൽ കടലിൽ ആഴ്ത്തി മുക്കി കൊന്നുകളഞ്ഞപ്പോ അറേബ്യയിലെ ഹിജാസിൽ അസ്ലബ് മലഞ്ചെരുവുകളിൽ മദായിൻ സ്വാലിഹിൻ അടുത്ത് ജീവിച്ചിരുന്ന സ്വാലിഹ് നബി അലൈഹിസ്സലാം നിയോഗിക്കപ്പെട്ട സമൂഹത്തിനെ അല്ലാഹു ഘോര ശബ്ദത്തിലൂടെ പിടികൂടിയപ്പോ വടക്ക് കിഴക്കൻ അറേബ്യയിലെ സീന മരുഭൂമിയുടെ പ്രദേശത്ത് അധിവസിച്ചിരുന്ന ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചതിന്റെ പേരിൽ ഭൂകമ്പത്തിലൂടെ പിടികൂടിയപ്പോ ജോർദാനിന്റെ തലസ്ഥാനമായ അമ്മാന്റെ തെക്ക് ഭാഗത്ത് സദൂം സ്ഥലത്ത് ജീവിച്ചിരുന്ന ലൂത്ത് നബി അലൈഹിസ്സലാം ജനിച്ച വളർന്നു വന്ന ആ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് നശിപ്പിച്ചു കളഞ്ഞപ്പോ 7 രാത്രിയിലും 8 പകലിലുമായി ഒമാനിലെ സലാലയിൽ നിന്ന് 172 കിലോമീറ്റർ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചാൽ എത്തുന്ന ഒമാർ പട്ടണത്തിലെ ശിദ്രിന്റെ മണ്ണിൽ ഇന്നും അടിയിൽ സ്മരിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ കഴിയുന്ന നശിപ്പിക്കപ്പെട്ടു പോയ ജനതയെ ഓർക്കുമ്പോ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചാൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു നിലക്കും റബ്ബിനെ ധിക്കരിക്കുന്നൊരിടത്ത് മനഃപൂർവ്വം ഒരുപാട് നേരം നമ്മൾ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. തെറ്റുകൾ സംഭവിച്ചാൽ അള്ളാഹുവിലേക്ക് മടങ്ങുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ ജനത തിന്മയിലാണ്ട് കഴിയുമ്പോ അവരെ നന്മയിലേക്ക് ക്ഷണിക്കുവാൻ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ് നമ്മളെന്ന് നാം മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീ ഹാദിഹിൽ ഉമ്മത്തി ഖസ്ഫുൻ വമസ്ഖുൻ വഖദ്ഫുൻ. ആലോചിക്കൂ മനുഷ്യരെ, ഈ ഉമ്മത്തിലേക്ക് അല്ലാഹുവിന്റെ ശിക്ഷ ഭൂമി പിളർത്തിക്കൊണ്ടും രൂപം മാറ്റം വരുത്തിക്കൊണ്ടും കല്ലുമഴുകൾ വർഷിപ്പിച്ചുകൊണ്ടും ഈ സമൂഹത്തിലേക്ക് തിന്മകൾ ശിക്ഷകൾ കടന്നു വരുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ ഒരാൾ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ മത്താ ദാലിക, അതെപ്പോഴാണെന്ന് ചോദിക്കുന്നു. അവിടുന്ന് പറയുകയാണ്, ഇദാ ദുഹറത്തിൽ ഖിയാനു വൽ മആസിഫു വശുരിബത്തിൽ ഖുമൂർ. തിന്മയുടെ വ്യാപനം ഉണ്ടാകുന്ന, ലഹരിയുടെ വ്യാപനം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ സംഗീതത്തിന്റെ അഹിലകാരെ, സംഗീതത്തിന്റെ ആളുകളെ സ്വീകരിക്കുന്ന ഒരു ജനത വളർന്നു വരുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുക തന്നെ ചെയ്യും. പലതിന്റെയും പേരിൽ പലതിന്റെയും പിന്നാലെ പോകുന്ന, തിന്മകളുടെ പിന്നാലെ പോകുന്ന ഈ ലോകത്ത്, ലഹരിയുടെ വ്യാപനം ഉണ്ടാകുന്ന ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധ്യാപനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നന്മയിലേക്ക് ക്ഷണിക്കുന്നവരായി, നന്മയുടെ അഹ്ലുകാരായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കണമെന്നതാണ് ബലിപെരുന്നാളിൽ നമുക്ക് നൽകുവാനുള്ള സന്ദേശം. അത് മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഇസ്ലാമിന് ശത്രുക്കളുണ്ട്. ഇസ്ലാമിനെതിരെ അവർ ശക്തമായി അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിനെ നശിപ്പിക്കുവാനും മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുവാനും അവർ പ്ലാനിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇൻ തസ്ബിറൂ വതത്തഖൂ ലാ യദുറുകും കൈദുഹും ശൈആ. അവർ രഹസ്യമായി യോഗം ചേർന്നുകൊള്ളട്ടെ, അവർ തിന്മക്ക് വേണ്ടി യോഗം ചേർന്നുകൊള്ളട്ടെ, ഇസ്ലാമിന്റെ നശീകരണത്തിന് വേണ്ടി അവർ പ്രവർത്തിച്ചു കൊള്ളട്ടെ. വിശ്വാസികളെ, നിങ്ങൾക്ക് ഞാൻ ഇതാ വാഗ്ദാനം നൽകുന്നു, നമ്മളോടുള്ള അല്ലാഹുവിന്റെ വാഗ്ദാനം, വഇൻ തസ്ബിറൂ വതത്തഖൂ, നിങ്ങൾ ക്ഷമിക്കുകയും തഖ്വയുള്ള ജീവിതം നയിക്കുകയും ചെയ്താൽ ലാ യദുറുകും കൈദുഹും ശൈആ, ഒരാളുടെയും തന്ത്രം നിങ്ങളുടെ മേൽ പ്രയോഗിക്കപ്പെടുകയില്ല. റബ്ബിന്റെ സുരക്ഷിതത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ നോക്കൂ, ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രംഗം നമ്മൾ കാണുകയാണ്. ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമാണെന്ന് പറയുകയാണ്, ഇസ്ലാം ഭീകരവാദത്തിന്റെ മതമാണെന്ന് അവർ പ്രചരിപ്പിക്കുകയാണ്. ഫലസ്തീനിന്റെ മണ്ണിൽ, ഗാസയുടെ വിരിമാറിൽ ആ ഇസ്ലാമിന്റെ ശത്രുക്കൾ എയ്തുവിട്ട മിസൈലും ബോംബറുകളുമെല്ലാം ആ സമൂഹത്തെ കാർന്നു തിന്നപ്പോ, അവരത് ഉപദ്രവിക്കപ്പെട്ടപ്പോ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് അവരെയും ഓർത്തുകൊണ്ടാകണം നമ്മുടെ ഈ പെരുന്നാൾ കടന്നു പോകേണ്ടതും.
തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഇല്ലാതെ എത്ര പെരുന്നാളുകളാണ് ആ മണ്ണിൽ കഴിഞ്ഞു പോയത്. നിർഭയത്വത്തോടു കൂടി കിടന്നിറങ്ങുവാൻ, നിർഭയത്വത്തോടു കൂടി ഈദ് നമസ്കാരത്തിലേക്ക് മുസല്ലയിലേക്ക് നമ്മൾ വന്നതുപോലെ മക്കളുടെ കൈപിടിച്ച് കടന്നു വരാൻ കഴിയാത്ത വിധം പ്രയാസത്തിന്റെയും പ്രതിസന്ധികളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒരു നാട്ടിൽ അവർ ജീവിക്കുമ്പോ അവരെ ഓർത്തുകൊണ്ടല്ലാതെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടല്ലാതെ ഒരു നിലക്കും നമ്മുടെ ഈദിന്റെ പെരുന്നാൾ കടന്നു പോകാൻ പാടില്ല. പ്രിയമുള്ളവരെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാ നിലക്കുമുള്ള സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിൽ അല്ലാഹു അവർക്ക് അലങ്കരിച്ച് നൽകുമാറാകട്ടെ. ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്. അല്ലാഹു എല്ലാം കാണുന്നു, അവനെല്ലാം കണക്ക് നോക്കി വിധി തീർപ്പാക്കുന്നതിൽ ഏറ്റവും ഉത്തമനാണ്. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും തഖ്വയുള്ള ജീവിതം നയിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആ മാർഗത്തെ ഫോളോ ചെയ്തുകൊണ്ട് ക്ഷമയും തഖ്വയും കൈമുതലായി സ്വീകരിച്ചുകൊണ്ട് ഈ ബലിപെരുന്നാളിന്റെ സന്ദേശമായ സമർപ്പണത്തിന്റെ മതത്തിനെ, ഇസ്ലാമിനെ സ്വീകരിച്ചുകൊണ്ട് ആഹ്ലാദത്തോടുകൂടി ഇങ്ങോട്ട് വന്നതുപോലെ വ്യത്യസ്ത വഴികളിലൂടെ മടങ്ങി പോകുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. കുടുംബ ജീവിതങ്ങളിൽ, കുടുംബ വീടുകളിൽ സന്ദർശനം നടത്തി ആ സന്തോഷം പങ്കുവെക്കുക. എല്ലാ ഖൈറുകളിലും മുന്നേറുക. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്നതിനു വേണ്ടി ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ പെരുന്നാൾ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പെരുന്നാൾ അല്ലാഹുവിനെ കാണുന്ന നേരത്താണ്, അല്ലാഹുവിനെ കാണുന്ന സന്ദർഭത്തിലാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. സ്വർഗത്തിലെ ആ സുഖാനുഗ്രഹങ്ങൾ കണ്ട് എല്ലാ നിലക്കും മതിമറന്ന് ജീവിക്കുമ്പോ അല്ലാഹുവിന്റെ ചോദ്യം ഉണ്ടാവുകയാണ്, ഇനി അധികരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കേണ്ടതുണ്ടോ? അവിടെ അല്ലാഹുവിനെ കാണുന്ന ഒരു രംഗമുണ്ട്. വിശ്വാസികൾ പറയും, അല്ലാഹുവേ, നീ സ്വർഗത്തിൽ ഞങ്ങളെ എത്തിച്ചില്ലേ, നരകത്തിൽ ഞങ്ങളെ രക്ഷിച്ചില്ലേ, ഇതിനപ്പുറം എന്ത് വലിയ നിഅമത്താണ്. നമുക്ക് ഇന്ന് ആ മസ്അല അറിയാം. അല്ലാഹുവിനെ കാണുക എന്നതാണ് ഏറ്റവും വലിയ പെരുന്നാളും സന്തോഷവും എന്ന് നമുക്ക് ഇവിടെ വെച്ചറിയാം. പക്ഷെ സ്വർഗത്തിൽ അവിടുത്തെ സന്തോഷങ്ങൾ കാണുമ്പോ ആ മസ്അല മറന്നു പോവുകയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിശ്വാസികൾ കാണുന്ന രംഗമുണ്ട്. സഹോദരങ്ങളെ, സ്വർഗത്തിൽ അനുഭവിച്ചിരുന്ന സകല നന്മകളും സകല അനുഗ്രഹങ്ങളെയും മറന്നു പോകുമാറ് അത്രയും മനോഹരമാണ് അല്ലാഹുവിനെ ദർശിക്കുക എന്നത്. ആ വലിയ നിഅമത്താണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പെരുന്നാൾ. ഇങ്ങനെ പല പെരുന്നാളുകളും കടന്നു പോകും. ഒടുവിൽ ചെന്നെത്തി നിൽക്കേണ്ട പെരുന്നാളിന്റെ സുദിനം അതാണ്. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ നന്മയുള്ള ജീവിതം നയിക്കേണ്ട, തഖ്വ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം നയിക്കേണ്ടത് മരണം വരെയാണ്. മരണം വരുന്നതുവരെ തിന്മകളിൽ നിന്ന് മാറി, മരണം വരുന്നതുവരെ നന്മയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം വലിയ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സുദിനങ്ങളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യൗമ അറഫ വ യൗമുൻ നഹർ വ അയ്യാമുത് തശ്രീഖ്. യൗമ അറഫയും യൗമുൻ നഹറും അയ്യാമുത് തശ്രീഖിന്റെ ദിനങ്ങളും ഈദുനാ അഹ്ലുൽ ഇസ്ലാം, നമ്മുടെ പെരുന്നാളിന്റെ സുദിനങ്ങളാണ്. വഹിയ അയ്യാമു അക്ലിൻ വ ശുർബിൻ, തിന്നാനും കുടിക്കാനുമുള്ള സുദിനങ്ങളാണ്. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചോളൂ, അതുകൊണ്ട് കുടിച്ചോളൂ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ മറക്കാതെ, റബ്ബിനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ട് ഈ പരിശുദ്ധ ഇസ്ലാമിലെ ഒരു അംഗമായി ഈ മിമ്പറിന്റെ ചുവട്ടിൽ വന്നിരിക്കാനുള്ള മഹാ തൗഫീഖ് ലഭിച്ച ആ വലിയ ഖൈറിനെ ഓർത്തുകൊണ്ട് റബ്ബിന് നന്ദിയുള്ളവരായി തീരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ, വിവിധ പ്രദേശങ്ങളിൽ അല്ലാഹുവിന്റെ ഈ പരിശുദ്ധ ദീൻ അവതരിപ്പിക്കപ്പെട്ട, പൂർത്തീകരിക്കപ്പെട്ട ഈ സുദിനത്തിൽ പെരുന്നാൾ ആഘോഷിക്കാൻ സാധിക്കാതെ കഴിച്ചുകൂട്ടുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെരുന്നാളുകളുടെ സുദിനങ്ങൾ മാത്രം നിലകൊള്ളുന്ന സ്വർഗത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ദിനത്തിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. എല്ലാ നിലക്കുമുള്ള തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാൻ, മരണം വരെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് വയാ ഖാദിയൽ ഹാജാത്ത് അല്ലാഹുമ്മ റഹം മൗതാനാ വ മൗതൽ മുസ്ലിമീൻ اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اجعلنا هداة مهتدين غير ضالين ولا مضلين اللهم استر عوراتنا وآمن روعاتنا واكفنا ما أهمنا وقنا شر ما نتخوف ربنا تقبل منا إنك أنت السميع العليم وصلى الله على نبينا محمد وعلى آله وصحبه وسلم. الله أكبر الله أكبر الله أكبر
الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله